ഹായ് മക്കളെ, ഇത് സാറാണ്. വെൽക്കം ബാക്ക് ടു എക്സാമിനർ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ്. റിട്ടയർമെന്റ് ഓഫ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലസ് ടു അക്കൗണ്ടൻസിയിലെ മെയിൻ ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതിൽ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്ന കാൽക്കുലേഷനാണ് ഇത് ഗെയിനിങ് റേഷ്യോ. നമ്മൾ അഡ്മിഷന്റെ കേസസിലെ സാക്രിഫൈസിങ് റേഷ്യോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ, കൃത്യമായിട്ട് അത് കാണുക. then അതേപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് കാൽക്കുലേഷൻ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇത് ഗെയിനിങ് റേഷ്യോയെ കുറിച്ച്. അപ്പോൾ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം, അല്ലെ? ന്യൂ റേഷ്യോ മൈനസ് എക്സിസ്റ്റിംഗ് റേഷ്യോ ആണ്. അപ്പോൾ ഒരു 2-3 കേസസ് നമുക്ക് എന്താക്കാം, ഗെയിനിങ് റേഷ്യോസിന്റെയും പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസും അങ്ങനെ തന്നെയാണ് വരിക. നമുക്ക് അപ്പോൾ എന്താണ്, കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ ഈ 3 കേസസും മക്കൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. ഇനിയിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1-2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. തന്നെ അതേപോലെ തന്നെ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്താ, ഈ എസ് എ ക്വസ്റ്റ്യൻസിലും തന്നെ അതുപോലെ തന്നെ ഈ ഗുഡ് വിൽ കാൽക്കുലേഷൻസിലും ഒക്കെ എവിടെയാണ് നമ്മുടെ ഈ ഒരു ഗെയിനിങ് റേഷ്യോ കാൽക്കുലേഷൻ അത്യാവശ്യമാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കേസ് ശ്രദ്ധിച്ചോ. Abi, Bibi, Sibi are partners in a firm sharing profit in 3:2:1. Sibi retire and calculate gaining ratio and new ratio. അതാണ് ഇവിടെ എന്താ പറഞ്ഞുള്ളത്, 3 ആൾക്കാരുണ്ട് അല്ലെ, അതിലൊരാള് റിട്ടയർ ആവുന്നു എന്ന് മാത്രല്ലേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ, വേറെ ഒരു ഡീറ്റെയിൽസും പറഞ്ഞില്ല. അവരുടെ റേഷ്യോ തന്നു അല്ലെ, അതിലൊരാൾ പോകുന്നു. അതായത് 3:2:1 ആണ്. അതിന്റെ സിബി മൂന്നാമത്തെ ആളാണ് പോകുന്നത്. അപ്പൊ ഇയാൾ പോയി. അപ്പോ ഈ ഒരു കേസസ്, അതായത് മറ്റൊന്നും പറഞ്ഞിട്ടില്ല, ഒരാൾ റിട്ടയർ ആയി എന്ന് മാത്രം പറയുന്ന കേസസ് ആണെങ്കിൽ ഈ ഒരു കേസസിൽ നമ്മുടെ എന്താ, ഗെയിനിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ന്യൂ റേഷ്യോ. ഇതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അതായത് ഒന്നുമില്ല, ഇയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്, 3:2 അല്ലേ? ഇത് തന്നെയാണ് എന്തെന്ന് നമ്മുടെ ഗെയിനിങ് റേഷ്യോവും, ഇത് തന്നെയാണ് എന്ത് നമ്മുടെ ന്യൂ റേഷ്യോയും. ഇതാണ് മക്കള് കൃത്യമായി ഒരു കേസസിൽ ആലോചിക്കേണ്ടത്. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തു നോക്കാം. അതായത് ഇപ്പൊ ശ്രദ്ധിച്ചോ, നമുക്ക് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണ് അല്ലെ. അപ്പൊ നോക്കാം, നമുക്ക് അബിന്റെ ഗെയിനിങ് റേഷ്യോ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അബി എന്താ നമ്മൾ പറഞ്ഞു, ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് ആണ്, നമുക്കറിയാം അല്ലെ. ന്യൂ റേഷ്യോ എത്രയായിരുന്നു അല്ലെ, മൂന്നാമത്തെ ആള് പോകുമ്പോൾ 3:2 ആ വരിക. അപ്പൊ 3:2 എന്ന് പറയുമ്പോൾ 3/5 ആണ് അല്ലെ. ഓൾഡ് റേഷ്യോ എത്രയാണ്, 3/6 ആണ് അല്ലെ. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 6×3 18 മൈനസ് എത്രയാ, 3×5 15 / 30 അല്ലെ. അപ്പൊ എത്ര വരുന്നു, 3/30. അതുപോലെ തന്നെ ബിബി അല്ലെ, രണ്ടാമത്തെ ആള് ബിബി. ബിബിന്റെ നമുക്ക് എത്രയാ, 2/5 അല്ലെ ന്യൂ റേഷ്യോ വരിക അല്ലെ. ഓൾഡ് എത്രയാ, 2/6 വരിക അല്ലെ. അപ്പൊ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 6 2 12 10 / 30 ഇതാ നോക്കുക, എത്രയാ, 2/30. കണ്ടല്ലോ, 3:2 അല്ലേ വന്ന്, കണ്ടില്ലേ അല്ലെ. യെസ്, അതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കേസസ്, മറ്റൊന്നും പറയാത്ത കേസസ് ആണെങ്കിൽ എന്താ, ഒന്നും നോക്കണ്ട, ഗെയിനിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ന്യൂ റേഷ്യോ മക്കൾ ഓർത്ത് വെക്കുക. റെഡി. ദെൻ ഇതേപോലെ തന്നെ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു കേസാണ് ഇത്, നമ്മുടെ സെക്കൻഡ് കേസ്. അതായത് ഇപ്പൊ നമ്മൾ പഠിച്ചതിന്റെ സെയിം മെത്തേഡ് അല്ല, സെയിം ഐറ്റം ആണ്. രണ്ടും ഉദ്ദേശിക്കുന്ന ഒരേ കാര്യമാണ്. ശ്രദ്ധിച്ചോ, രണ്ടും ഒരേപോലത്തെ ഐറ്റം ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ചേഞ്ച് ആയിട്ട് തോന്നും. ശ്രദ്ധിച്ചോടാം. Tanu, Manu and Rana are partners sharing profit and losses in the ratio 3:2:1. Tanu retire and remaining partners decided to take Tanu's share in the existing ratio. അതായത് അപ്പോൾ ആ 3 ആൾക്കാർ, തനു, മനു, റനു. അപ്പൊ അതില് തനു പോയി. തനു പോയപ്പോ ഈ തനുവിന്റെ ഷെയർ എങ്ങനെയാണ് മറ്റേ 2 ആൾക്കാരും എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞത്. അവരുടെ എക്സിസ്റ്റിംഗ് റേഷ്യോ, അതായത് എക്സിസ്റ്റിംഗ് റേഷ്യോ എത്രയാ, 2:1. അപ്പൊ ഈ 2:1 തന്നെയാണ് എന്താക്കുന്നത്, അവര് തനുവിന്റെ എന്താണ് റേഷ്യോ അവര് ഷെയർ ചെയ്തെടുക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കേസസും നമ്മൾ ഫസ്റ്റ് പഠിച്ച കേസും ഏകദേശം സെയിം ആണ്. അവിടെ എന്താണ്, കൃത്യമായി നമ്മൾ ഒന്നും പറയുന്നില്ല. ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ എന്താണ്, എക്സിസ്റ്റിംഗ് ഏതാണ് അത് തന്നെയാണ് ന്യൂ റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും. അതേപോലെ തന്നെയാണ് എവിടെയും ശ്രദ്ധിച്ചോ. ഇവിടെ നോക്കിക്കോ, ഇവിടെ നമുക്ക് എന്താ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, എന്തെന്ന്, എക്സിസ്റ്റിംഗ് റേഷ്യോയിൽ അവരെടുക്കുന്നു അല്ലെ. എക്സിസ്റ്റിംഗ് റേഷ്യോ തന്നെയാണ് ഇതെന്ന് നമ്മുടെ തനുവിൻ്റെതും അതുപോലെ തന്നെ തനുവിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അവർ എടുക്കുന്നതെന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കിക്കോ മക്കള്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. അതായത് തനുവിന്റെ എത്രയാ റേഷ്യോ, തനുവിന്റെ എത്രയാ, തനീനായി അല്ലെ, തനു. തനി വേണ്ട, നമുക്ക് തനു മതി. തനുവിന്റെ എത്രയാ, 3/6 അല്ലെ. 3/6. ഈ 3/6 ബാക്കിയുള്ള ആര്, മനുവും റനയും അല്ലെ. മനു ഫസ്റ്റ് നമുക്ക് മനുവിന്റെ നോക്കാം. മനു
മനു എത്രയിലാ എടുക്കുന്നതാ പറഞ്ഞത്? എക്സിസ്റ്റിംഗ് റേഷ്യോയിൽ ഈ തനുവിന്റെ ഷെയർ വീതിച്ചെടുക്കുന്നു. എക്സിസ്റ്റിംഗ് റേഷ്യോ എത്രയാ എത്രയാ തനു പോയി കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് റേഷ്യോ എത്രയാ മക്കളെ? 2 ആണ് അല്ലെ? 2:1 ആണ് എക്സിസ്റ്റിംഗ് റേഷ്യോ. അപ്പോ എത്രയാ? 2/3 ആണ് അല്ലെ? 2/3 ആണ്. അപ്പൊ ശ്രദ്ധിച്ചോ, 2/3 അല്ലെ? ഓക്കെ, 2/3 ഓഫ് എത്ര? 3/6 ആണ്. 3/6ന്റെ 2/3 ആരെടുക്കുന്നു? മനു എടുക്കുന്നു എന്നാ പറഞ്ഞില്ല. അപ്പൊ നമുക്ക് നോക്കാം ഇത് എത്ര വരുന്നു. 6/18 വരും. കിട്ടിയില്ലേ? അതേപോലെ തന്നെയാണ് ആരെ കേസും പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ റെനന്റെ കേസ് തന്നെയാ പറഞ്ഞിട്ടുള്ളത് അല്ലെ? എന്താണ് എക്സിസ്റ്റിംഗ് റേഷ്യോ എത്രയാ? 1/3 ആണ്. 1/3 ഓഫ് എത്രയാ? 3/6. 3/6നെ 1/3 ആരും എടുത്തു, റെനയും എടുത്തു അല്ലെ? എത്ര വരുന്നു? 3/18 വരുന്നു. കണ്ടല്ലോ രണ്ടുപേർക്ക് എത്ര കിട്ടി? 6/18 കിട്ടി, അതുപോലെ തന്നെ 3/18 കിട്ടി അല്ലെ? ഇത് നമുക്ക് എന്താക്കാം? എന്നിട്ട് നമുക്ക് എന്താക്കാം? അതൊന്ന് നമ്മുടെ അവർക്ക് എത്രയും കിട്ടി അല്ലെ? അവരെ ന്യൂ റേഷ്യോ നമുക്ക് കാണാം. ആരത്? മനുവിന്റെതും റെനന്റെ ന്യൂ റേഷ്യോ നമുക്ക് കാണാം. എങ്ങനെ കാണാം? മനുവിന്റെ ന്യൂ റേഷ്യോ എങ്ങനെ കാണാം? നോക്കുക, അവരെ ഓൾറെഡി ഉള്ള റേഷ്യോ എത്രയായിരുന്നു? 2/6 ആയിരുന്നു മനുവിൻ്റെത് അല്ലെ? 2/6 പ്ലസ് പുതുതായിട്ട് അവര് അക്വയർ ചെയ്തത് എത്രയാ? 6/18 ആണ് അല്ലെ? 6/18 അല്ലെ? നമുക്ക് ഇത് എന്താക്കാം? കൂട്ടി നോക്കാം. അപ്പൊ എത്രയാ? 3 ചെയ്താല് 3 2 6 അല്ലെ? 6 12 അല്ലെ? 12/18 വരും അല്ലെ? ഇതേപോലെ തന്നെ ആയിരുന്നു റെനേന്റെയും ചെയ്യുന്ന സമയത്ത് എത്ര വരുന്നു? 1/6 ആണ് റെനേന്റെ ആദ്യത്തത്. പുതുതായിട്ട് എത്ര വന്നു? പുതിയത് എത്രയായിരുന്നു? 3/18 ആണ് അല്ലെ? 3/18 ആണ്. അപ്പോൾ ഇത് നമുക്ക് ഈക്വൽ ആക്കി കഴിഞ്ഞാൽ 3 കൊണ്ട് ഈക്വൽ ആക്കിയാൽ 3 അല്ലെ? 3 6 /18 വരും. ഉണ്ടല്ലോ എത്രയാ? 12:6. 12:6 ആണെന്ന് പുതിയ റേഷ്യോ. ഓക്കെ, പുതിയ റേഷ്യോ 12:6 ആണ്. നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കാം അല്ലെ? ചെറുതാക്കുമ്പോൾ എത്രയാ? 4:2 വരും അല്ലെ? 3 ചെയ്യുമ്പോൾ 4:2. ഇതാണ് എന്തെന്ന് അവരുടെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂ റേഷ്യോ കിട്ടിയല്ലോ അല്ലെ? ന്യൂ റേഷ്യോ കിട്ടി. ഇനി നമുക്ക് എന്ത് കാണണം? അവരുടെ എന്ത് കാണണം? ഗെയിനിങ് റേഷ്യോ കാണണം. ആരത്? ഈ രണ്ടാൾക്കാരുടെ ഗെയിനിങ് റേഷ്യോ നമുക്ക് കാണണം അല്ലെ? അപ്പൊ നമുക്ക് അപ്പൊ ശ്രദ്ധിച്ചോ. ഗെയിനിങ് റേഷ്യോ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫസ്റ്റ് തന്നെ മനുവിന്റെ ഗെയിനിങ് റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. മനുവിന്റെ ഗെയിനിങ് റേഷ്യോ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ന്യൂ റേഷ്യോ ആണ്. ന്യൂ റേഷ്യോ എത്രയാണ്? 4/6 അല്ലെ? ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണ്. മനുവിന്റെ ഓൾഡ് റേഷ്യോ എത്രയാ? മനുവിന്റെ 2/6 ആണ് അല്ലെ? 2/6 ആണ്. അപ്പൊ എത്ര? 2/6. റെഡി അല്ലേ? 4/6 എന്നും 2/6 കുറച്ചാൽ 2/6 മനുവിന്റെ. അതുപോലെ തന്നെ റെനയുടെ ഗെയിനിങ് റേഷ്യോ എത്ര വരും? പുതിയത് എത്രയാ? 2/6 ആണ് അല്ലെ? ഓൾഡ് റേഷ്യോ എത്രയാ? 1/6 ആണ് അല്ലെ? 1/6 ആണ്. അപ്പൊ എത്ര വരുന്നു? 1/6 വരും. കണ്ടോ എത്ര കിട്ടി? ഗെയിനിങ് റേഷ്യോ എത്ര കിട്ടി? 2:1 കിട്ടിയില്ലേ? 2:1 കിട്ടിയില്ലേ? നോക്കുക, ഇതാണ് സാർ ആദ്യം പറഞ്ഞത്. നമ്മൾ മറ്റേ കേസസ് പോലെ തന്നെയുള്ള കേസാണ്. അതായത് അല്ലെ, ഒരു പാർട്ട്ണർ റിട്ടയർ ആവുന്ന കേസ്. റിട്ടയർ ആയി പോകുന്നു. ആ റിട്ടയർ ആയി പോകുന്ന പാർട്ട്ണറുടെ ഷെയർ എക്സിസ്റ്റിംഗ് റേഷ്യോയിൽ തന്നെ നമ്മുടെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ഒരു എക്സിസ്റ്റിംഗ് റേഷ്യോ തന്നെയായിരിക്കും എന്തെന്ന് പറയുന്നത്? അവരുടെ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്. മക്കൾ ഓർത്ത് വെക്കണം. റെഡിയാണോ? ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലും എന്താണ്? അഡ്മിഷന്റെ കേസിലായാലും നമ്മുടെ ഏതാണ് റിട്ടയർമെന്റിന്റെ കേസിലായാലും ഓരോ സ്ഥലത്തും എന്താണ് ഇതുപോലെ ഉണ്ട്. ഗെയിനിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു എന്താണ്? ന്യൂ റേഷ്യോ. അതുപോലെ തന്നെ എന്താണ്? എക്സിസ്റ്റിംഗ് റേഷ്യോ അല്ലെ? എക്സിസ്റ്റിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു എന്തെന്ന്? ഗെയിനിങ് റേഷ്യോ. അങ്ങനെ എന്താണ് കുറെ ആ കേസസ് എന്താണ് ഒരുപാട് ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, ഇതുപോലത്തെ ഓരോ കേസസിലും വരുന്നുണ്ട്. മക്കൾ എന്താക്കുക? കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇനിയിപ്പോൾ ഓർത്ത് വെക്കാൻ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഓർത്ത് വെക്കണ്ട. പക്ഷെ ഈ ഒരു കാൽക്കുലേഷൻ മക്കൾ കൃത്യമായി പഠിച്ചു വെക്കണം, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, കൺഫ്യൂഷൻ വരുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് എന്താക്കുക? സമയം ഒന്നും എടുക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ എന്താക്കുക? ഈ കാൽക്കുലേഷൻ ചെയ്തുകൊണ്ട് നമ്മളത് മനസ്സിലാക്കണം. ഓക്കെ ആണോ? റെഡി? യെസ്. ഇനി നമുക്ക് നോക്കേണ്ടത് മൂന്നാമത്തെ കേസാണ് തേർഡ് കേസ്. ഈ കേസ് ശ്രദ്ധിച്ചോ. എന്താണ്?
യെസ് ഇവിടെ എന്താണ് യെസ് ABC are partners sharing profit in the ratio 3:1. ഓക്കെ B retired and his share was divided equally between A and C. കണ്ടല്ലോ ഇവിടെ കണ്ടോ ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഈക്വലി ആയിട്ട് അവരെന്താക്കുന്നു കണ്ടോ എക്സിസ്റ്റിംഗ് റേഷ്യോയിൽ അല്ലെ ബി ആണ് പോകുന്നത്. അപ്പോൾ എക്സിസ്റ്റിംഗ് റേഷ്യോയിൽ അവർ ബിന്റെ ഷെയർ എടുക്കുന്നു എന്നല്ല പറഞ്ഞത് ഈക്വലി ആണ്. കണ്ടോ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രൊപ്പോർഷൻ തരും ഇവിടെ കൃത്യമായിട്ട് 1/2 ഈക്വലി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രൊപ്പോർഷൻ നമുക്ക് തരാം 1/5 1/2 3/2 അങ്ങനെ എന്തെങ്കിലും തരും. ഓക്കെ സോറി 2/3 അങ്ങനെ എന്തെങ്കിലും തരും. റെഡി അപ്പോൾ എന്താണ് കൃത്യമായിട്ട് നമുക്കൊരു പ്രൊപ്പോർഷൻ തരുന്ന കേസാണ്. ഈ കേസസിൽ മക്കൾ ഒന്നും നോക്കണ്ട, നമ്മൾ സാധാ പോലെ എന്താണ് കാൽക്കുലേഷൻ തന്നെയാണ് ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്? ആരാണ് റിട്ടയർ ആകുന്നത്? ബി ആണ് റിട്ടയർ ആകുന്നത്. ബിന്റെ എത്രയാ 2/6 ആണ്. ഓക്കെ അപ്പോ ഈ 2/6ന്റെ എന്താണ് 2/6 എന്താണ് ഈക്വൽ ആയിട്ട് ആരെടുക്കുന്നു നമ്മുടെ എയും സിയും എടുക്കുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അറിയാലോ അതാ നോക്കുക ഈക്വൽ എന്ന് പറയുമ്പോൾ എന്ത് വരും 1/6 1/6 അല്ലെ 2/6ന്റെ ഇതാ അല്ലെ എത്ര ആരാ എക്കും അതുപോലെ തന്നെ സിക്കും 2/6ന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര വരും 1/6 വരും അല്ലെ. അതുപോലെ തന്നെ 1/6 ആർക്കും 1/6 ആർക്കും വരും നമ്മുടെ സിക്കും വരും. ഓക്കെ അപ്പൊ അത് ഈക്വൽ ആയിട്ട് ആരെടുക്കുന്നു ഇവർ രണ്ടുപേരും എടുക്കുന്നു. അപ്പോൾ അവരുടെ പുതിയ അതായത് എൻ്റെതും സിൻ്റെതും എത്രയാ ന്യൂ റേഷ്യോ ന്യൂ റേഷ്യോ ഓഫ് എ എത്ര വരും 3/6 ആയിരുന്നു അവരുടെ ഓൾറെഡി ഉണ്ടായിരുന്നത്. 3/6 ആണ്. പുതുതായിട്ട് എത്രയും കൂടെ വന്നു 1/6 കൂടെ വന്നപ്പോൾ എത്ര 4/6 ആയി. അതുപോലെ തന്നെ ബിൻ്റെതും അല്ലെ എത്രയാ 2 അല്ല സോറി 1/6 അല്ലേ. യെസ് 1/6 ആയിരുന്നു. അതിനോട് എത്രയാ 1/6 കൂടെ കിട്ടി 2/6 ആയി. എത്ര വന്നു 4:2 വന്നു. ഓക്കെ ന്യൂ റേഷ്യോ നമുക്ക് കിട്ടി. പിന്നെയോ ഗെയിനിങ് റേഷ്യോ നമുക്ക് പ്രത്യേകം കാൽക്കുലേറ്റ് ചെയ്യണോ വേണോ വേണ്ട. അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലേ എന്താണ് ഈക്വലി ആണ് അല്ലെ 1:1 ആണ്. യെസ് അപ്പൊ ഈക്വൽ ആണ് അല്ലെ 1:1 ആണ്. അപ്പൊ മക്കൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് ഇവിടെ അപ്പൊ ഈക്വലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ എന്താണ് ചില സാഹചര്യത്തിൽ എന്താണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങനെ ഈ ഒരു റിട്ടയറിംഗ് പാർട്ണറുടെ ആ ഷെയർ അത് എങ്ങനെ ഷെയർ ചെയ്യും എന്നുള്ളത് എന്താ കൃത്യമായിട്ട് മക്കളോട് തന്നിരിക്കും. ഓക്കെ ചിലപ്പോൾ 1/6 1/2 അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊപ്പോർഷൻ തന്നിരിക്കും. ഓക്കെ റെഡി. അപ്പം ഈ 3 കേസസ് ഉണ്ടാക്കുക മക്കള് റിട്ടയറിംഗിന്റെ കേസസിൽ ഗെയിനിങ് കാൽക്കുലേഷനിൽ ഓർത്ത് വെക്കണം. റെഡിയാണോ യെസ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്. ബൈ.